സോഷ്യൽ മീഡിയയെ ഞെട്ടിച്ച ഒരു വീഡിയോയുണ്ട്. രാജ രവിവർമ്മയുടെ 19 ചലിക്കുന്ന ചിത്രങ്ങൾ. ആ ചലിക്കുന്ന ചിത്രത്തിൽ അത്ഭുതം തീർത്ത കലാകാരനെ തേടിയാണ് ഓൺലൈൻ വാർത്ത 24/7 എത്തിയിരിക്കുന്നത്. തിരുവനന്തപുരത്തുകാരനാണ്. കഴക്കൂട്ടം കുളത്തൂരിന് സമീപമാണ് ആ കലാകാരനുള്ളത്. യുഹാബ് ഇസ്മയിൽ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. പ്ലാറ്റ്ഫോമിലാണ് ഇൻസ്റ്റാഗ്രാമിലും ശരി ഫേസ്ബുക്കിലും ശരി. അപ്പോൾ ഈ വീഡിയോ ജനറേറ്റ് ചെയ്തിരിക്കുന്നത് ഈ ലിയനാർഡോ ഡാവിഞ്ചിയുടെ മൊണാലിസ കുറേ നമ്മൾ കണ്ടിട്ടുണ്ട് പല വെർഷൻ. അപ്പോൾ അത് ഇന്ത്യൻ വെർഷൻ ആക്കിയാൽ എങ്ങനെ ഇരിക്കും എന്നുള്ളൊരു തോട്ടിൽ നിന്ന് തുടങ്ങിയ ഒരു കൺസെപ്റ്റാണ്. അപ്പോൾ ഒരെണ്ണം ചെയ്ത് നോക്കിയപ്പോൾ സക്സസ് ആയപ്പം ബാക്കി ചെയ്തു. ഒരു 25 ഞാൻ റെൻഡർ ചെയ്തായിരുന്നു, എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിൽ 19 നമുക്ക് ഇതിൽ ഇട്ടിട്ടുള്ളത് ഇൻസ്റ്റാഗ്രാം റീലിൽ. അപ്പോൾ അത് നമ്മളെ 1.5 മിനിറ്റുള്ള റീലിൻ്റെ ടൈം ലൈൻ 1.5 മിനിറ്റാണ്. അപ്പോൾ ആ ഒരു ഇതിലങ്ങനെ ചെയ്തത്. കോൾ വന്ന് ആദ്യം എന്ത് തോന്നി? വീഡിയോ വൈറലായപ്പോൾ എന്താ തോന്നിയത്? ഇപ്പം സന്തോഷം തോന്നി. പക്ഷേ ഇതിപ്പോൾ എൻ്റെ ലോഗോ അല്ല എൻ്റെ പേരോ അതിൽ ഫുള്ളായിട്ട് വയ്ക്കാൻ മോശമാണ് അങ്ങനെ ചെയ്യുന്നത്. വലിയൊരു കലാകാരൻ്റെ ഒരു ആർട്ട് ആണ് ഞാൻ നല്ലപോലെ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിൽ എൻ്റെ പേര് വളരെ ചെറിയൊരു ഇതിലാണ് ഇട്ടിട്ടുള്ളത്. അപ്പം പലർക്കും ഇത് ആരാണെന്ന് കണ്ടുപിടിക്കാൻ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അതുപോലെ ക്രെഡിറ്റ് വേറെ പലർക്കും പോയ ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. പിന്നെ അവിടെ നിന്ന് കണ്ടുപിടിച്ചാണ് ആൾക്കാർ വന്നിട്ടുള്ളത്. പിന്നെ പല സ്ഥലങ്ങളിൽ നിന്ന് പൂനെ, ബറോഡ എന്നൊക്കെ ആർട്ട് ഗാലറിയിൽ നിന്ന് വരെ കോൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ മെയിൻ സംഭവം എന്ന് വെച്ചാൽ ശ്രീവത്സ സാറിൻ്റെ പാട്ടാണ്, ബാക്ക്ഗ്രൗണ്ടിലെ പാട്ടാണ് അതിനെ കൂടുതൽ ജനകീയമാക്കിയത്. രാമവർമ്മ തമ്പുരാൻ എന്നെ വിളിച്ച് കൊട്ടാരത്തിലൊരു ചടങ്ങുണ്ടായിരുന്നു. അതിൽ രാജ രവിവർമ്മയുടെ ഓർമ്മ ദിനം ഒക്ടോബർ 2 അപ്പോൾ അന്ന് പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ ഇരുന്നത്. പിന്നെ ഈ ശനിയാഴ്ച ഞായറാഴ്ചകളിൽ ആൾക്കാർ ഫോണിൽ കുത്തിയിരിക്കുന്ന സമയമുണ്ട്. ഞാൻ ഞായറാഴ്ച രാവിലെ ഇട്ട് നോക്കിയാണ് ജസ്റ്റ് ഒന്ന്. അപ്പോൾ അപ്പോൾ തന്നെ ബൂസ്റ്റായിപ്പോയി. 2-ാം തീയതി ആണ് ഇടാൻ വേണ്ടി ഇരുന്നത്. അപ്പോൾ ഇത് ഈ പല സ്ഥലങ്ങളിൽ നിന്ന് തമ്പുരാൻ ഇങ്ങനെ മെസ്സേജ് വന്ന് കോളൊക്കെ വന്നിട്ട് അത് മൂപ്പര് അന്വേഷിച്ച് വന്നപ്പോഴാണ് എന്നെ കിട്ടിയത്. തലേദിവസം രാത്രി 10 ആയപ്പോൾ എന്നെ വിളിച്ചത്. ഇവിടെ ഒന്നും അധികം റെഡിയൊന്നുമല്ല, എന്തായാലും ഒന്ന് വന്ന് ഇവിടെ എല്ലാവരും ഒന്ന് കാണണം. അവിടുത്തെ കുടുംബാംഗങ്ങളും കുറേ ആർട്ടിസ്റ്റുണ്ട്, അവരെയൊക്കെ ഒന്ന് മീറ്റ് ചെയ്യാം. അവരെല്ലാവരും സന്തോഷമായിട്ടിരിക്കുകയാണ്. എല്ലാവരും ഒന്ന് മീറ്റ് ചെയ്യാന്നൊക്കെ പറഞ്ഞാണ് ചെന്നത്. അപ്പോൾ നല്ല ഒരു അനുഭവമായിരുന്നു. കൊട്ടാരത്തിൽ വിളിയത് വരുമെന്നും വിചാരിച്ചിട്ടില്ല. ദുബായിൽ ഒരു 7 വർഷം ഉണ്ടായിരുന്നു. മൊത്തം 17 വർഷമായിട്ട് ഡിസൈനറായിട്ട് ജോലി ചെയ്യുകയാണ്. ഇത്ര വൈറലാവുമെന്ന് വിചാരിച്ചില്ല, എല്ലാവരും അംഗീകരിക്കുമെന്നും വിചാരിച്ചിട്ടില്ല. അങ്ങനെ അപ്പോൾ ഇപ്പോൾ എന്നെക്കാളും വ്യൂസ് വേറെ പലർക്കും പോയിട്ടുണ്ട്. പല വീഡിയോസിനും 1 മില്യൺ കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ പലരും ഇട്ട വീഡിയോസിനും. അപ്പോൾ അതൊന്നും എനിക്ക് വലിയ വിഷയമൊന്നുമില്ല. നമ്മൾ എത്തപ്പെടേണ്ടടുത്ത് എത്തപ്പെട്ട് അംഗീകാരം കിട്ടുകയും ചെയ്തു. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ അത് വലിയ വിഷയമായിട്ട് തോന്നില്ല. എൻ്റെ അടുത്ത് ചേർന്ന് നിന്നിട്ട് ഇപ്പോൾ സെൽഫിയും ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ ഒരു സന്തോഷം, ഒരു സെലിബ്രിറ്റിനെസ്, അത് ഒരാഴ്ചത്തെ ഒരു ഇതാണത്. അത് കഴിയുമ്പോൾ ആൾക്കാർ മറക്കും. അപ്പോൾ ഇത് ആൾക്കാരും പറഞ്ഞാലും താങ്കൾ ചെയ്ത ഈ ഒരു വർക്ക് സോഷ്യൽ മീഡിയയിൽ ഇപ്പം നിലനിൽക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ മലയാളികളൊക്കെ അത് ഹൃദയത്തോട് ചേർത്ത് നിർത്തി അതിൽ വിളിച്ചിരുന്നു. കൊട്ടാരത്തിൽ നിന്ന് പല എൻക്വയറി പറഞ്ഞുകൊണ്ട് യുഹാബിൻ്റെ നമ്പർ കൊടുത്തോട്ടെന്ന് ചോദിച്ചിട്ട് വിളിച്ചിരുന്നു. ഒരു വർക്ക് ചെയ്തിരുന്നു ഗാസയിലെ യുദ്ധക്കെടുതിയിൽ അവിടുത്തെ കുട്ടികളുടെ കൂടെ സെലിബ്രിറ്റീസ് വന്നിട്ട് ഇഫ്താർ കഴിക്കുന്ന ഒരു സംഭവം ചെയ്തിരുന്നു. അത് കുറച്ചൊന്ന് വൈറലായിരുന്നു. ഞാനൊരു ഡിജിറ്റൽ ആർട്ടിസ്റ്റാണ്. അപ്പോൾ എനിക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാൻ പറ്റും. അതായത് ഇപ്പോൾ ഒരു ഇമേജ് എടുത്തിട്ട്, അല്ലെങ്കിൽ ഒരു ഒരു പ്രോംപ്റ്റ് എടുത്തിട്ട് ഇമേജ് ജനറേറ്റ് ചെയ്യാനും, ആ കിട്ടിയ ഇമേജിനെ വീഡിയോ ആക്കാനും, ആ വീഡിയോനെ വേറൊരു വീഡിയോ ആക്കാനും ഒക്കെ ഞങ്ങൾക്ക് കൊണ്ട് കഴിയും. പക്ഷേ ഇത് നമ്മളല്ല ആർട്ടിസ്റ്റ്. യഥാർത്ഥത്തിൽ പേന കൊണ്ടും ബ്രഷ് കൊണ്ടും സ്ക്രിബിൾ ചെയ്ത് വരച്ച് ഫൈനൽ ചെയ്യുന്ന അവരാണ് റിയൽ ആർട്ടിസ്റ്റ്. ദേ ആർ ദ റിയൽ ജെംസ്, നോട്ട് അസ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഭർത്താവ് ചെയ്ത ആ ഒരു വീഡിയോ ഇങ്ങനെ വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. ആദ്യം ആ വീഡിയോ കണ്ടിരുന്നു, എപ്പോഴാണ് കണ്ടേ ആ വീഡിയോ? ആക്ച്വലി ഇത് ചെയ്തുകൊണ്ടിരുന്നപ്പോഴേ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതെല്ലാം ആയി ഫൈനലായപ്പോൾ ഫസ്റ്റ് ഞാനാണ് കണ്ടത്. അപ്പോൾ ഏകദേശം ഒരു രാത്രി ഒരു 2-3 മണിയായിരുന്നു. അപ്പോൾ എന്നോട് പറഞ്ഞ് എല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട് എന്ന് പറഞ്ഞ് കണ്ടായിരുന്നു. അതിനെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. കണ്ടപ്പോൾ എന്താ തോന്നിയത്? ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. ഇത്രയും ആവുമെന്ന് പ്രതീക്ഷിച്ചിട്ടില്ലായിരുന്നു. ഫാമിലിയിൽ നിന്ന് ഫ്രണ്ട്സിൽ നിന്നൊക്കെ ഇദ്ദേഹമാണ് ചെയ്ത ആ വീഡിയോ ഹിറ്റായതിനു ശേഷം കിട്ടിയ റെസ്പോൺസ് എങ്ങനെയാണ്? അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. കാരണം ഞങ്ങൾ തന്നെ വിചാരിച്ചില്ല ഈ ലെവലിലേക്ക് അത് പോകുമെന്നുള്ളത് ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല. കുടുംബവും അത്തരത്തിൽ ഈ ഒരു തേടി വന്ന അംഗീകാരത്തിൽ, സോഷ്യൽ മീഡിയയിൽ കിട്ടുന്ന ഈ ഒരു വലിയൊരു അംഗീകാരത്തിന്റെ സന്തോഷത്തിൽ തന്നെയാണ് അവതരിപ്പിക്കുന്നത് ഹോട്ടൽ കാർത്തിക പാർക്കാട് കൂട്ടം. ആഘോഷം ഉഷാറാക്കാൻ സ്വയംവരം. മൈ ജിയോണം മാസോണം സീസൺ 2.